മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സുഹൃത്തുക്കളും അതുപോലെ തന്നെ മനസ്സിൽ കുറേ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും വളരെ വിരളമായിട്ടാണെങ്കിലും കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, സാറ് അമൃതാനന്ദമയ്യെക്കുറിച്ചും അതേപോലെ സായിബാബയെക്കുറിച്ചും ശ്രീ രവിശങ്കറിനെ കുറിച്ചുമെല്ലാം നല്ല രീതിയിൽ പറയാറുണ്ടല്ലോ, സാറിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വളരെ യുക്തിസഹജമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ അവരോട് അതിന് മറുപടി പറയാറുണ്ട്. അമ്മയുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അടുത്ത കാലത്ത് അവിടെ സുശ്രുതന്റെ ഒരു വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. അത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അത് അനാച്ഛാദനം ചെയ്തത്. ഞാനായിരുന്നു അതിൽ ചീഫ് സ്പീക്കറായിട്ട് പ്രഭാഷണം നടത്തിയത് സുശ്രുതനെ കുറിച്ച്. പലപ്പോഴും പള്ളിക്കാവിൽ ചെന്നിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, ആത്മീയ ക്ലാസ് എടുക്കാറുണ്ട്, MBA-കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്, നാഷണൽ സയൻസ് ഡേക്ക് ക്ലാസ് എടുക്കാറുണ്ട്, അമ്മയുടെ സ്കൂളുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറുണ്ട്, അമ്മയുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അമൃത TV-യിൽ 5-6 വർഷം പൈതൃക സന്ദേശം ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും ഞങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആശ്രമങ്ങളിലെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കാറുള്ളത്. വളരെ ഉള്ളിൽ ചെന്ന് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം. ആര് എന്തെല്ലാം വിമർശിച്ചാലും എതിർത്താലും ആർക്കും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദുരുദ്ദേശത്തോടു കൂടിയല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ജോൺസൺ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമി എന്നെ നല്ലോണം അറിയാവുന്നതാണ്, എനിക്ക് അദ്ദേഹത്തിനെ അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കോട്ടയത്തെ സെമിനാരിയിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, കുറേ അച്ഛന്മാർ വന്നിട്ടുണ്ട്, കുറേ കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. അമ്മ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരെന്തിനാ വന്നത്? എന്തോ രാവിലെ അവർ 7 മണിക്ക് വന്നു, അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറേ കഴിഞ്ഞ ശേഷം അമ്മയോട് സംസാരിച്ചു. കുറേ നേരം, ഇന്ന് മുഴുവൻ അവരിവിടെ ഒഴിക്കാൻ പോവാണ്. ധാരാളം ക്രിസ്ത്യാനികൾ വരാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മാത്രമല്ല, കുറേ അച്ഛന്മാരും കന്യാസ്ത്രീകളും അമ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മചാരികളായിട്ട് ചേർന്നിട്ടുണ്ട്. ധാരാളം ക്രിസ്ത്യൻസും മുസ്ലിംസും അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലെയും ഹെഡ്മാരും പ്രിൻസിപ്പാൾമാരും എല്ലാ മതത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ട്. ഓരോ പ്രവർത്തനവും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. പലപ്പോഴും അമൃത മെഡിക്കൽ കോളേജിലെ സഹായത്തിന് വേണ്ടി വരുന്നതിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്. അത് പലപ്പോഴും അമൃത TV-യിൽ കാണിക്കാറുമുണ്ട്. എത്രയോ അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്, എത്രയോ ആശുപത്രികൾ നടത്തുന്നുണ്ട്. അവിടെ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മതപരിവർത്തനം ഒരിക്കലും നടത്താറില്ല. അമ്മയെ പൂജിക്കണമെന്നോ ഒന്നൊന്നും പറയാറില്ല. പക്ഷേ സ്റ്റുഡൻസ്, അമ്മയുടെ കോളേജിലും സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വൈകുന്നേരം 1 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇരിക്കണം. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിക്കുന്നവരെ ലളിതാ സഹസ്രനാമം ചൊല്ലണം. അതെല്ലാം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ഒന്നും സ്ക്രൂ ചെയ്തിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ മതപരിവർത്തനമോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് മനസ്സിലേക്ക് കടത്തിവിടുകയോ വേറെ ഒന്നുമില്ല. ഏത് വ്യക്തിക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ വന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാൻ അവസാനമായിട്ട് ഇവരോട് പറയാറുണ്ട്, എനിക്ക് ഇത്രയും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു അനുഭവ പരമ്പരകൾ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇന്ത്യ ചൈന ബോർഡറിലും ഇന്ത്യ ടിബറ്റ് ബോർഡറിലും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുമുള്ള ധാരാളം പട്ടാളക്കാര് ഭയങ്കര ടെൻഷനിലൊക്കെ ജീവിക്കുമ്പോൾ
അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അവിടെ മുഴുവനും ധ്യാനം, മെഡിറ്റേഷൻ പഠിപ്പിക്കാനും ബാക്കി എല്ലാത്തിനും AK ആന്റണി ഏൽപ്പിച്ചത് അമൃതാനന്ദമയിയുടെ സന്യാസിമാരെയായിരുന്നു. കുറേയധികം കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒത്തിരി പേർക്ക് വെള്ളം എത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കാനും പാർപ്പിടം കൊടുക്കാനും ഇതൊക്കെ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി നിൽക്കാതിരിക്കാനും ധാരാളം കുട്ടികൾക്ക് കൺസെഷനിലൂടെ പൈസ കൊടുക്കാനും പൈസ ഉള്ളവരിൽ നിന്ന് നല്ല രീതിയിൽ ആ അഡ്മിഷന് പൈസ വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് നല്ല കൺസെഷൻ കൊടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് നല്ല കൊളാബറേഷൻ ഉണ്ട്. അവരുടെ സിലബസ് ഇവിടെ എടുക്കാറുണ്ട്, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൊടുക്കുന്ന ആ ഒരു വലിയ പ്രതിഭാസത്തെ നമ്മൾ തികച്ചും തമസ്കരിച്ച് ഒന്നോ രണ്ടോ ചെറിയ ഏതെങ്കിലും ഇഷ്യൂ എവിടെയോ ഉണ്ടായി, അത് ആശ്രമവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്, അതിനെ വലിച്ചഴച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് അമൃതാനന്ദമയിയുടെ പേരിൽ കൊണ്ടുവന്ന് ഈ നെഗറ്റീവ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നവരും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നവരും ഒന്ന് അവിടെ ചെന്ന് അകത്ത് ചെന്ന് എന്താ അവിടെ നടക്കുന്നത് എന്ന് ഒരു നല്ല തുറന്ന മനസ്സോടുകൂടിയോ അടഞ്ഞ മനസ്സോടുകൂടിയോ പോയിട്ട് നോക്കിയിട്ട് പരിശോധിച്ചതിന് ശേഷമാണെങ്കിൽ അവരിത് പ്രസിദ്ധീകരിക്കില്ല. ഇതേപോലെയാണ് സായിബാബയുടെ അവിടെ. സായിബാബയുടെ സമാധിക്ക് ശേഷം പോലും എത്രായിരം മുസ്ലിങ്ങൾ ആ മലപ്പുറത്തെ അവിടെ വന്ന് ഫ്രീ ഓപ്പൺ ഹാർട്ട് സർജറിയും മറ്റ് ചികിത്സകളും മേടിക്കുന്ന ഒരൊറ്റ പൈസ പോലും അവിടെ നിന്ന് മേടിക്കാറില്ല, ഒറ്റ പൈസ പോലും. ഈ മുസ്ലിങ്ങൾ, അതിൽ തീവ്രവാദികൾ ഉൾപ്പെടെ ഉള്ളതുങ്ങൾ ഒരു പൈസയും കൊടുക്കാറില്ല എന്ന് മാത്രമല്ല, അവരുടെ തനി രക്തത്തിലെ സ്വഭാവം പോലെ തന്നെ അവിടെ ചെന്ന ചികിത്സയൊക്കെ കഴിഞ്ഞ് അവർക്കും അവരുടെ കൂട്ടത്തിലുള്ളവർക്കും ഫ്രീ ഭക്ഷണമുണ്ട്, താമസമുണ്ട്, എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം ഞാൻ അവിടെ നിരന്തരം പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ ഈ മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഏതായാലും അവർ ഈ ജന്മത്തിൽ സായിബാബയെ നല്ലത് പറയില്ല. സായിബാബയും സായിബാബയുടെ കൂട്ടത്തിലുള്ളവരെയും എല്ലാവരെയും ചീത്ത മാത്രം പറഞ്ഞ് ശീലിക്കുന്ന, എതിർക്കുന്ന, അവർക്ക് ഒന്നേ ഉള്ളൂ, അവർക്കൊരു മുത്തുനബിയുണ്ട്, അവർക്കൊരു ഖുറാനുണ്ട്, അവർക്കൊരു ഇസ്ലാമിക സ്റ്റേറ്റും ഉണ്ട്. എല്ലാവരും അങ്ങനെ അല്ലായിരിക്കാം, എന്നിരുന്നാൽ പോലും ഭൂരിഭാഗവും അങ്ങനെയാണ്. മറ്റ് അല്ലാത്ത ഭൂരിഭാഗവും ഈ ഭൂരിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നവര് അല്ലെങ്കിൽ മൗനമായിട്ട് അനുകൂലിക്കുന്നവരാണ്. എന്തിനാ അവർക്ക് ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നത്? ഇഷ്ടംമാതിരി പൈസയുള്ളവര് ഓർഡിനറി വേഷത്തിൽ ഇവിടെ വന്ന് ഫ്രീ സൗജന്യം മേടിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഒരു മുസ്ലിമിന്റെ ആശുപത്രിയിലും ഹിന്ദുവിന് ഫ്രീ ഇല്ല എന്ന് ഞാൻ അവിടെ തന്നെ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അവര് സായിബാബ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാരണത്താൽ ചെയ്തുകൊണ്ട് പോകുന്നു. അവിടെ ഫ്രീ വിദ്യാഭ്യാസം ശരിക്കും ഗോദാവരി കൃഷ്ണ നദിയിൽ നിന്ന് ഈ തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് മദ്രാസിലേക്ക് വെള്ളം കൊണ്ടുവന്ന അതിന് എത്ര കോടി രൂപയുടെ ചെലവാ ഓരോരുത്തരുടെ മുമ്പിൽ നിന്ന് കൈനീട്ടിയിട്ട് ഡൊണേഷൻ മേടിച്ച് ഇതെല്ലാം അവർ ചെയ്യുമ്പോൾ അതിനെ ഒരു നല്ല വാക്ക് പറയാനോ ഒന്ന് അഭിനന്ദിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിക്കാതെ അവിടെ മുഴുവനും അവഹേളിക്കുന്നത്. ഇന്നലെ ഞാനൊരു ഹിന്ദു ന്യൂസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് വെറുതെ പോയിരുന്നു. അതിലൊരു 5 സ്ഥലത്താണ് ഒരു ബിഷപ്പ് ഒരു ഹിന്ദു സ്ത്രീക്ക് കിഡ്നി കൊടുത്തു എന്നുള്ളത് 5 സ്ഥലത്ത് ആ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അറപ്പാ തോന്നിയത്. കാരണം ഒരു ഹിന്ദു സ്ത്രീക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഇത്രയും അധികം അഡ്വർടൈസ്മെന്റോ? ഇതേപോലെ എറണാകുളത്ത് ഇപ്രാവശ്യം പെസഹ വ്യാഴാഴ്ചയുടെ അന്നൊരു ഹിന്ദുവിന്റെ കാല് കഴുകി. എനിക്ക് ഉറപ്പാ അടുത്ത ദിവസം ആ ബിഷപ്പ് ആ ഹിന്ദുവിനെ കൺവെർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവർക്ക് തിരിച്ച് 10 ഇരട്ടി കിട്ടിയാലേ അവർ ചെയ്യുള്ളൂ. അതാണ് ക്രിസ്ത്യാനിയുടെ ബിസിനസ്. യേശു ക്രിസ്തുവിനെ പോലും ഹലാൽ ചിക്കനായിട്ട് വിൽക്കുന്ന പാർട്ടീസാണ് അവര്. പക്ഷെ ആ ബിഷപ്പിന് എന്തൊരു പബ്ലിസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എത്രയോ പേര് ഈ പാറശാലയിലെ ഒരു നമ്പൂതിരിയുടെ ശരീരാവയവങ്ങള് 5 പേർക്ക് കൊടുത്തതിൽ 4 പേര് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ്. ആ ശരീരാവയവങ്ങളുടെ ഓരോ ഭാഗങ്ങള് എത്രയോ ഹിന്ദുക്കള് ബ്ലഡ് കൊടുക്കുന്നു, കിഡ്നി കൊടുക്കുന്നു, കോർണിയ കണ്ണിന്റെ കാഴ്ചയ്ക്കുള്ളത് കൊടുക്കുന്നു, കണ്ണ് തന്നെ ദാനം ചെയ്യുന്നു. അതൊന്നും ഇവര് പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. ഒരു ബിഷപ്പ് ഒരു ഹിന്ദുവിന് കിഡ്നി കൊടുത്തു അല്ലെങ്കിൽ തൊലി കൊടുത്തു എന്ന് പറഞ്ഞ്
അഡ്വർടൈസ്മെന്റ് ഒരു വശത്ത് ചെയ്യുമ്പോൾ അപ്പുറത്ത് 10,000-കണക്കിന് വ്യക്തികൾക്ക് എല്ലാ മതത്തിലുള്ളവർക്കും ഒന്നും മേടിക്കാതെ വളരെ ഭംഗിയായിട്ട് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ കുറേയൊക്കെ സൗജന്യമായിട്ടും കൊടുക്കുമ്പോൾ വിമർശിക്കുന്നവരും എതിർക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, അവർ ചെയ്യുന്നതിൻ്റെ 10,000-ൽ-1 മദർ തെരേസ പോലും ചെയ്യണില്ല. മദർ തെരേസയൊക്കെ ചെയ്യുന്നതിൻ്റെ പുറകിൽ മതപരിവർത്തനവും ബാക്കി പലതും ഉണ്ടോ ഉദ്ദേശം. രണ്ടും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ അമൃതാനന്ദമയ്യും സായിബാബയും ഒക്കെ ചെയ്യുന്നതിൻ്റെ 10,000-ൽ-1 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നമസ്കരിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ അവിടെ ചെന്ന് ഇവരെ നമസ്കരിക്കുകയോ അവരാണ് ലോകത്തിലെ രക്ഷകരെന്ന് പറയുകയോ അവരല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഭാരതത്തിന്റെ സംസ്കാരത്തെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സംസ്കാരത്തെ സംരക്ഷിക്കാൻ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച 10,000-കണക്കിന് വോളണ്ടിയേഴ്സിനെയും സന്യാസിമാരെയും ഉണ്ടാക്കിയവരാണ് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ ശ്രീ രവിശങ്കറും എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഞാനിത് നിങ്ങളോട് വിവരിച്ചത്. പ്രണാമം, നമസ്കാരം.